നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പൊട്ടിയിരിക്കുന്നു. 2-1 ഗെറ്റാഫെയാണ് അവരെ തോൽപ്പിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട് ഡ്രാമയായിരുന്നു ഒരു കളി എന്ന് പറയേണ്ടി വരും. റോഡ്രിഗോ ഡിബോളിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോകേണ്ടി വന്നു. ആംഗേൽ കൊറേ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ദിവസത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടുന്നു. തൊട്ടു പിന്നാലെ ഗെറ്റാഫെ ഒപ്പം പിടിക്കുന്നു. അവസാനം അവർ ഗോളടിച്ച് വിജയത്തിലേക്ക് പോകുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു പോയിന്റ് പട്ടിക വളരെ ടൈറ്റാണ്. കിരീട പോരാട്ടം റയലും ബാഴ്സയും അത്ലറ്റിക്കോയും ഒക്കെ കിരീടത്തിനായിട്ട് പോരാടുന്ന ഘട്ടത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് ഡിയോഗോ സിമിയോണിയുടെ കുട്ടികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. മൗഴോ അഴമ്പഴിയാണ് ഗെറ്റാഫയുടെ 2 ഗോളുകളും നേടിയത്. സോർലോത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തിയത്. ഗെറ്റാഫയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഹൂലിയൻ ആൽവരസും അന്റോൻ ഗ്രീസ്മാനും ഒക്കെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളത്തിലുണ്ടായിരുന്നു. പക്ഷേ ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു. രണ്ടാം പകുതിയിൽ റോഡ്രിഗോ ഡിബോളിന് പരിക്ക് കാരണം കളിക്കാനും പറ്റിയില്ല. കളി മുന്നേറവേ 75-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് സോർലോത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിലെത്തിച്ചു. എന്നാൽ കുറേയൊക്കെ 88-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി കളിയാകെ മറിയുന്നു. അഴമ്പഴി 88-ാമത്തെ മിനിറ്റിൽ ഗെറ്റാഫയെ ഒപ്പമെത്തിക്കുന്നു. കളിയുടെ ഇഞ്ചുറി ടൈമിൽ അദ്ദേഹം 2ാമത്തെ ഗോളും കണ്ടെത്തി ഗെറ്റാഫയ്ക്ക് വിജയം സമ്മാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അത്ലറ്റിക്കോ മാഡ്രിഡിന് തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ നോക്കുക, പോയിന്റ് പട്ടികയിൽ അവർ 3ാമതായി. 27 കളി 56 പോയിന്റ്. റയൽ ഇന്നത്തെ കളി വിജയിച്ചതോടെ 27 കളി 57 പോയിന്റ് 2ാമതേക്ക് ഉയർന്നിരിക്കുന്നു. ബാഴ്സ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. 26 കളി 57 പോയിന്റ്. അവർക്ക് ഗോൾ ഡിഫറൻസിന്റെ ആധിപത്യവുമുണ്ട്. സോ ബാഴ്സ തന്നെയാണ് 1ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.